ഗോതമ്പ് പൊടി വച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പഴയകാല വൈകുന്നേര നാടൻ ചായപലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു. ഇത് ഉണ്ടാക്കാനായിട്ട് അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല. വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചായയുടെ കൂടെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. പുറം ഭാഗം എല്ലാം നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു പലഹാരമാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ ഇതിൽ കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് കേട്ടോ. അതുപോലെ നല്ല തിന്നാണത്. നമ്മൾ എന്തോരം തിന്നായിട്ട് ഇത് പരത്തിയെടുക്കുന്നോ അത്രയും ടേസ്റ്റ് ഇതിന് കൂടിയിരിക്കും. ഇതുപോലെ ഇങ്ങനെ ഉൾഭാഗം എല്ലാം നല്ലപോലെ സോഫ്റ്റായിട്ടും പുറം ഭാഗം നല്ലപോലെ മുരിഞ്ഞിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1.25 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പായസത്തിനെല്ലാം തേങ്ങ വറുക്കുന്ന പോലെ തന്നെ അതുപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ട് നമ്മൾ ഈ ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു സവാളയും നല്ലപോലെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു മീഡിയം സൈസിലുള്ള സവാളയാണ്. അത് നമ്മൾ എന്തോരം ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ടോ അതിനുള്ള അളവിനനുസരിച്ചിട്ടാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു 4 നല്ല എരിവുള്ള പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചിയുടെ പീസും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 4 തണ്ട് കറിവേപ്പിലയാണ് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശരിക്കും നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു എരിവും ഉപ്പും എല്ലാം എല്ലായിടത്തും ആകാൻ പാകത്തിന് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വേണം നമുക്കിത് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആ സെയിം കപ്പിൽ തന്നെയാണ് വെള്ളം എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തോരം വെള്ളം വേണ്ടി വരുമെന്ന് മനസ്സിലാവും. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം നല്ല കട്ടിക്ക് കുഴച്ചെടുക്കാനായിട്ട്. 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു, 1/4 കപ്പ് ബാക്കിയുണ്ട്. അപ്പോൾ 3/4 കപ്പ് വെള്ളത്തിലാണ് ഇതിങ്ങനെ കുഴച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഗോതമ്പ് പൊടിക്ക് അനുസരിച്ചിട്ട് ഈ വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ അതിന് ശേഷം അതുപോലെ ഇങ്ങനെ ഇത്രയും കട്ടിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. അതിനുശേഷം എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സെയിം കപ്പിൽ തന്നെ നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം. നമുക്ക് കയ്യിൻ്റെ ഉൾഭാഗത്തെല്ലാം ശരിക്ക് വെള്ളമാക്കി കഴിഞ്ഞിട്ട് വേണം നമുക്കിത് കയ്യിലിട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കാനായിട്ട്. നമുക്ക് കയ്യിൽ തന്നെ ഇട്ടിട്ട് നല്ല നൈസായിട്ട് പരത്തിയെടുക്കാം. നമ്മുടെ കൈപ്പത്തിയിലിട്ടിട്ട് ഇത് ആദ്യം അതുപോലെ ഇങ്ങനെ ഇതിൽ നിന്നൊരു ബോൾ എടുക്കുക. അതിനുശേഷം നമുക്ക് വെള്ളം ശരിക്ക് ആക്കിയിട്ടുള്ള കൈപ്പത്തിയിലിട്ടിട്ട് ഇത് ശരിക്കൊന്ന് പരത്തിയെടുക്കണം. തീരെ നൈസായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. അതുപോലെ ഇങ്ങനെ നല്ല നൈസായിട്ട് പരത്തിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം വേണം എണ്ണയിലേക്ക് ചൂടായ എണ്ണയിലിട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാനായിട്ട്. അതുപോലെ ഇങ്ങനെ കൈപ്പത്തിയുടെ അത്രയും വലുപ്പത്തിൽ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട് നല്ല നൈസായിട്ട്. അതിന് ശേഷം അത് പൊട്ടിപ്പോകാതെ വേണം കേട്ടോ കയ്യിൽ നിന്ന് മാറ്റാനായിട്ട്. ശരിക്കും വെള്ളമയം ഉണ്ടെങ്കിൽ പൊട്ടില്ല. അപ്പോൾ പൊട്ടാതെ കിട്ടിയിട്ടുണ്ട്. അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തത് ഒരെണ്ണം കൂടി നമുക്കിതുപോലെ തന്നെ കയ്യിൽ വെള്ളമയം ആക്കി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ തന്നെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് പരത്തിയെടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ പരത്തിയിട്ട് കയ്യിൽ നൈസായിട്ട് പരത്തി കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാൻ പോവാണ്. എന്തോരം നൈസായിട്ട് പരത്തുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പഴയകാല നാടൻ പലഹാരമാണ്. അലവാങ്ക് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതും അടുത്തതും ഇതുപോലെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ നൈസായിട്ട് പരത്തി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കയ്യിൽ വെച്ച് പരത്താൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളവർക്ക് ഞാൻ വേറൊരു മെത്തേഡ് കൂടെയും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ആദ്യത്തെ ഇതുപോലെ ഇങ്ങനെ കോരിയെടുക്കാൻ പോവുകയാണ്. 2 സൈഡും നല്ലപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് വറുത്ത് കോരിയെടുക്കുക. ഇപ്പോൾ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സൈഡും കൂടെ ഇതുപോലെ ഇങ്ങനെ തിരിച്ചു ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ശരിക്കൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ രണ്ടും ആയി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് കോരി മാറ്റാം കേട്ടോ. എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റി കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ആദ്യം ഫ്രൈ ചെയ്യാൻ ഇട്ടത് ഇതുപോലെ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. 2 സൈഡും ശരിക്കും മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ വല്ലാണ്ട് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ നൈസായതുകൊണ്ട് തന്നെ ഉൾഭാഗം എല്ലാം ചിലപ്പോൾ വെന്തൂന്നിരിക്കും. എന്നാലും പുറം ഭാഗം വല്ലാതെ കരിഞ്ഞു പോകും. അതുകൊണ്ട് അധികം കളർ മാറുന്നതിന് മുന്നേ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. ഇതുപോലെ ഇങ്ങനെ ഇത്രയും കളറായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. വല്ലാതെ ബ്രൗൺ നിറം ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യത്തെ സെറ്റ് ഇവിടെ
ഇങ്ങനെ കോരി എടുത്ത് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ തേങ്ങാക്കൊത്തും ഉള്ളി എല്ലാം മുരിഞ്ഞിട്ട് വരുമ്പം നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ആദ്യത്തെ സെറ്റ് ഇവിടെ വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കിത് കയ്യിൽ വെച്ചിട്ട് പരത്താൻ അറിയില്ല എന്നുള്ളവർക്ക് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുക്കാം. ഏതെങ്കിലും പാൽ കവർ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും പയറ് പരിപ്പൊക്കെ വാങ്ങുന്ന കവറൊന്ന് വൃത്തിയായിട്ട് കഴുകുക. അതിന് ശേഷം ആ കഴുകിയ പ്ലാസ്റ്റിക് ഷീറ്റിലേക്ക് നമുക്കിത് ഒരു ഉരുള വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ വിരലൊന്ന് നനച്ച് കഴിഞ്ഞതിന് ശേഷം അതുപോലെ ഇങ്ങനെ ശരിക്കും നമ്മൾ അടയെല്ലാം പരത്തുന്ന പോലെ ഇതുപോലെ ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് ഷീറ്റിൽ വെച്ചിട്ട് ശരിക്കും ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കത് അങ്ങനെ തന്നെ എടുത്തിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മൾ ഈ പ്ലാസ്റ്റിക് ഷീറ്റിൽ ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് പരത്തുന്നതിലും കൂടുതൽ നൈസായിട്ട് ഒന്നും കൂടെ ഒന്ന് പരത്താൻ പറ്റും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഷീറ്റിൽ നിന്ന് നമുക്ക് എടുത്തിട്ട് ഇതിലേക്ക് എണ്ണയിലിട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ വെച്ച് പരത്താൻ അറിയില്ല എന്നുള്ളവർക്ക് ഇങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അലവാങ്കിൻ്റെ റെസിപ്പി. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങളാണ്. ഗോതമ്പ് പൊടിയും തേങ്ങാക്കൊത്തായാലും സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം ഇത്രയും സാധനങ്ങൾ മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാനായിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്നും പറയുന്ന പോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു പലഹാരം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അല്ലെങ്കിൽ എന്തെങ്കിലും കറികളൊക്കെ ആയിട്ട് ഉടനെ കാണുന്നവരേക്കും താങ്ക് യു.